ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആഗസ്റ്റ് മാസത്തിന്റെ ആദ്യ വിശുദ്ധ ദിവസം ദേവാലയത്തിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ എത്തിക്കുന്ന അവസരങ്ങൾക്കായിട്ട് നമ്മൾ സ്തോത്രം ചെയ്യുന്നു. ഈ രോഗഭീതിയിലായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നാം നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഭവനാന്തരീക്ഷം ആരാധനയ്ക്ക് മുഖാന്തരമായി തീരുവാൻ എല്ലാവരും ഒത്തൊരുമിച്ച് ദൈവത്തെ ആരാധിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. പ്രത്യേകിച്ച് ഇന്ന് അൽമായ ഞായറാഴ്ചയായി ആചരിക്കപ്പെടുന്ന ദിവസമാണല്ലോ. അൽമായ സഭയുടെ പ്രാധാന്യം ഒന്നും കൂടെ ഓർക്കുവാനും വിവിധ രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ദിവസം കൂടെയാണല്ലോ. എന്നാൽ ഈ പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്കതിന് സാധിക്കാതെ പോകുന്നു. എല്ലാ അൽമായരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ സഭയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടുകൂടി നമുക്ക് നമ്മുടെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഈ ആരാധന നമുക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായ ദൈവത്തെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധമായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഒരു വിശുദ്ധ ദിവസം കൂടെ അവിടെ പ്രധാനമായി നൽകി പല ഭവനങ്ങളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ദേവാലയത്തിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഭാഗ്യകരമായ അവസ്ഥയ്ക്കായി സ്തോത്രം. അവിടുത്തെ ഞങ്ങളുടെ സങ്കേതമായ ബലമായ കോട്ടയായി ഞങ്ങളോടുകൂടെ എപ്പോഴും ഉള്ളതിനായി ഞങ്ങളെ വാഴ്ത്തുന്നു. ധാരാളമായ ദൈവമായ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് ആയിരുന്ന മേഖലകളിൽ ദൈവത്തിന്റെ വിശ്വസ്ത സാക്ഷികളായി നിലനിൽക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. ഈ ആരാധന അവിടുത്തെ ദൈവമായ സാന്നിധ്യത്തിലൂടെ ഞങ്ങളോടുകൂടി ഇരിക്കണമേ. പങ്കെടുക്കുന്ന എല്ലാവരുടെ മക്കളെ അവിടെ അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപയ്ക്കായി ഒരുക്കുകയും ചെയ്യണമെന്ന് മശിഹാമൂലയുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കർത്താവിന്റെ നാമത്തിന് സ്തുതിക്കും മഹത്വത്തിനുമായി ഞാൻ കീർത്തനങ്ങളിൽ 27-ാമത്തെ കീർത്തനം പാടാം. കീർത്തനം 27.
നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. തൃത്വത്തിന്റെ സ്തുതി. സൈനികരുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയുടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നതിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നിന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയവരങ്ങളെ ഞങ്ങളെ പറയണമേ. ഈ വിശുദ്ധമായ ശാന്ത സമയം ദൈവിക കാര്യങ്ങളെ ഞങ്ങൾക്ക് പ്രയോജനകരമായി തീരുവാനും നിങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്നവരെ തേക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നവർക്ക് നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നതിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല രീതിയിൽ നോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കോണം വിശ്വസ്തൻ നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റപ്പൻ അടുപ്പിക്കുന്നവനോട്, അപ്പാ, ഞാൻ സ്വർഗ്ഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകന്റെ മേൽ ഞാൻ യോഗ്യനല്ല എന്ന് പറയുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കുന്നു. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല. പാപം വഴി സർവത്തിൽ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവരല്ലേ നമുക്കുള്ളത്. നമുക്ക് മുൻകൂട്ടി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ അറിയാതെ ചെയ്തു പോയ സകല കുറവുകളെയും കുറ്റങ്ങളെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് പറയാം. എല്ലാവരും നാം ദൈവസന്നിധിയിൽ അടുത്ത് വരുമ്പോൾ ദൈവം നമ്മുടെ കുറവുകളെ ക്ഷമിച്ച് പാപമോചനം നൽകി നമ്മെ നിത്യജീവന് അവകാശികളാകുന്നല്ലോ. പിന്നെ ഹൃദയത്തോടെ നമ്മുടെ കുറവുകളെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് പറയാം. ഒന്നാമത്തെ പ്രാർത്ഥന ചേർത്ത് വയ്ക്കാം. സർവശക്തിയും മഹാകരുണയും വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകലപാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ട് ശാന്തമനസ്സോടെ ചെയ്യുവാനാണ് പാപമോചനം സമാധാനം നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ദൈവവചനം ശുശ്രൂഷയ്ക്കായി നമുക്ക് എഴുന്നേൽക്കാം. കർത്താവിനെ സ്തുതിപ്പീൻ. 95-ാം സംഘത്തിന് നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. വരുവിൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്കപ്പെടുക.
യഹോവ മഹാദേവമല്ലോ, അവൻ സകലന്മാർക്ക് മീതെ മഹാരാജാവ് തന്നെ. സമുദ്രമുള്ളത് അവൻ അതിനെ ഉണ്ടാക്കി, കരയും അവന്റെ കൈകൾ നനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാം അനുഭവിക്കുന്ന ജലവും അവന്റെ കൈകൾ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഇപ്പോൾ സങ്കീർത്തനം വായിക്കുന്നു. ഇന്ന് കാലത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനങ്ങൾ 104 സങ്കീർത്തനം 24 വാക്യം മുതൽ 35 വാക്യം വരെയുള്ള യഹോവയെ, നിന്റെ പ്രവൃത്തികൾ എത്ര പെരുകിയിരിക്കുന്നു! ജ്ഞാനത്തോടെ നീ അവയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു. ഭൂമി നിന്റെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. അതിൽ കപ്പലുകൾ ഓടുന്നു. അതിൽ കളിപ്പാൻ നീ ഉണ്ടാക്കിയ യാത്രയുണ്ട്. നീ കൊടുക്കേണ്ടതിന് അവ പറക്കുന്നു. തൃക്കൈ കൊടുക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു. നീ നിന്റെ ശ്വാസമായിട്ടുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. നീ ഭൂമിയുടെ ഗൃഹത്തെ പുതുക്കുന്നു. അവൻ ഭൂമിയെ നോക്കുന്നു, അത് വിറയ്ക്കുന്നു. അവൻ മലകളെ തൊടുന്നു, അവ പുകയുന്നു. എന്റെ ജ്ഞാനമായ പ്രസാദകരമായിരിക്കട്ടെ. ഞാൻ യഹോവയിൽ സന്തോഷിക്കും. പിതാവിനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഇരിക്കാം. ഇപ്പോൾ ഒന്നാം പാഠം വായിക്കുന്നു. ഇന്ന് കാലത്തേക്ക് അനുസരിച്ചിരിക്കുന്ന പഴയ നിയമ പാഠഭാഗം നെഹമ്യ പ്രവാചക പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ 12-ാം വാക്യം. നെഹമ്യ പ്രവാചക പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ 12-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനങ്ങൾ. അങ്ങനെ മഹാപുരോഹിതനായ എല്യാശീബും അവരുടെ സഹോദരന്മാരായ പുരോഹിതന്മാരും എഴുന്നേറ്റ് ആട്ടേൻപാടുകൾ പണിതു. അവർ അത് പ്രതിഷ്ഠിച്ച് അതിന്റെ കഥകളെ വെച്ചു. ഹമയ ഗോപുരം വരെയും ഹനനേയ ഗോപുരം വരെയും അവർ അത് പ്രതിഷ്ഠിച്ചു. അവർ പണിതതിനപ്പുറം യെരിഹോക്കാർ പണിതു. അവരുടെ അപ്പുറം ഇമ്രയുടെ മകനായ സക്കൂർ പണിതു. മീൻവാതിൽ അസനായക്കാർ പണിതു. അവർ അതിന്റെ പടികൾ വെച്ചു. കഥകം ഓടാമ്പലും അന്താഴവും ഇണക്കി. അവരുടെ ഇപ്പുറം ഹക്കോസിന്റെ മകനായ ഹുരിയാവിന്റെ മകൻ മെരേമോ തട്ടുമുറ്റം തീർത്തു. അവരുടെ അപ്പുറം മെഷസബേലിന്റെ മകനായ ബെരിയാക്കാന്റെ മകൻ എല്യോശാം അറ്റകുറ്റം തീർത്തു. അവരുടെ അപ്പുറം ബാലിയുടെ മകൻ സാദോ അറ്റകുറ്റം തീർത്തു. അവരുടെ അപ്പുറം തെക്കോവർ അറ്റകുറ്റം തീർത്തു. എന്നാൽ അവരുടെ ശ്രേഷ്ഠന്മാർ കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല. പഴയ കാലത്തിൽ പാസേഹയുടെ മകനായ യോയാദയും ബെസ്യോദ്യാവിന്റെ മകനായ മെശുല്യാവും അറ്റകുറ്റം തീർത്തു. അവർ അതിന്റെ പടികൾ വെച്ചു. കഥകം ഓടാമ്പലും അന്താഴവും ഇണക്കി. അവരുടെ അപ്പുറം ഗിബിയോന്യനായ മെലത്യാവും മെര്യോനോത്യനായ യാദോനും ഗിബിയോന്യരും മിസ്പായരും നദിക്ക് ഇക്കരെയുള്ള ദേശാധിപതിയുടെ ന്യായസഭ സ്ഥലം വരെ അറ്റകുറ്റം തീർത്തു. അതിന്റെ അപ്പുറം തട്ടാന്മാരൻ ഹർഹയാവിന്റെ മകനായ ഓസിയൽ അറ്റകുറ്റം തീർത്തു. അവന്റെ അപ്പുറം തൈലക്കാരൻ ഒരുവനായ ഹനനിയ അറ്റകുറ്റം തീർത്തു. വീതിയുള്ള മതിൽ വരെ യെരൂശലേമിനെ ഉറപ്പിച്ചു. അവരുടെ അപ്പുറം യെരൂശലേം ദേശത്തിന്റെ പാതിക്ക് പ്രഭുവായ ഹൂരിന്റെ മകൻ രഫായാവ് അറ്റകുറ്റം തീർത്തു. അവരുടെ അപ്പുറം ഹരുമഫിന്റെ മകനായ യദയാവ് തന്റെ വീടിന് നേരെയുള്ള ഭാഗം അറ്റകുറ്റം തീർത്തു. അവന്റെ അപ്പുറം ഹസ്ബന്യാവിന്റെ മകൻ ഹത്തൂസ് അറ്റകുറ്റം തീർത്തു. മറ്റൊരു ഭാഗം ചൂളകളുടെ ഗോപുരവും
ഹരീമിന്റെ മകൻ മൽക്കിയാവും പഹത്ത് മോവാബിന്റെ മകൻ ഹശൂബും അറ്റകുറ്റം തീർത്തു. അവന്റെ അപ്പുറം യെരൂശലേം ദേശത്തിന്റെ മറ്റേ പാതിക്ക് പ്രഭുവായ ഹല്ലഫേസിന്റെ മകൻ സല്ലൂമും അവന്റെ പുത്രിമാരും അറ്റകുറ്റം തീർത്തു. ഇങ്ങനെ ഇവിടെ പഴിക്കുന്ന പാഠം അവസാനിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് സെക്കൻഡിയാവിന്റെ വാക്യമായിട്ട് വായിക്കാം. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും നമ്മുടെ ശത്രുക്കളുടെ വശത്ത് നിന്ന് നമ്മെ ഭരിക്കുന്നവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിൽ രീതിയിൽ തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് നിയമമില്ലാത്തതിന്റെ പ്രവാചകൻ വിളിക്കപ്പെടുന്ന കർത്താവിന്റെ വഴിയിൽ വിളിക്കുവാനും ഇരുളിലും മരണത്തിരിക്കുന്നവർ പ്രകാശിച്ച് നമ്മുടെ കാര്യങ്ങളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഇരിക്കാൻ രണ്ടാം പാഠം വായിക്കുന്നു. ഇന്നത്തെ ആരാധനയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന രണ്ടാം പാഠം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 6-ാം അധ്യായം 1 മുതൽ 7 വരെ. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം 1 മുതൽ 7 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനങ്ങളെ കേൾക്കുന്നു. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവന്മാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചിരുന്ന യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങൾ തന്നെ തിരഞ്ഞുകൊള്ളുകയും അവരെ ഈ വേലയ്ക്ക് ആകാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും കുത്തിയിരിക്കുമെന്ന് പറഞ്ഞു. ഈ വാക്ക് കൂട്ടത്തിലൊക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തേഫാനോസ്, ഫിലിപ്പോസ്, പ്രൊക്കരോസ്, നിക്കോനോർ, തീമോൻ, പർമനോസ്, യഹൂദ അൻസാരിയായ അന്തോക്കിക്കാരൻ നിക്ലാവോസ് എന്നിവരെ തിരഞ്ഞെടുത്തു. അപ്പോസ്തലന്മാരുടെ മുമ്പാകെ നിർത്തി അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. ദൈവവചനം പരന്നു. യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. പുരോഹിതന്മാരും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. ഇങ്ങനെ രണ്ടാം പാഠം അവസാനിച്ചിരിക്കുന്നു. വിശുദ്ധ സുവിശേഷം മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 20-ാം വാക്യം മുതൽ 28-ാം വാക്യം വരെ ദൈവവചനം കേൾപ്പിൽ. വിശുദ്ധ സുവിശേഷത്തിൽ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 20-ാം വാക്യം മുതൽ. അന്ന് സകലപുത്രന്മാരുടെ അമ്മ പുത്രന്മാരുമായവരുടെ അടുക്കൽ വന്നു നമസ്കരിച്ച് അവനോട് ഒരു അപേക്ഷ കഴിച്ചു. നിനക്ക് എന്ത് വേണമെന്ന് അവൻ അവളോട് ചോദിച്ചു. അവൾ അവനോട്, എന്റെ പുത്രന്മാർ ഇരുവരും നിന്റെ രാജ്യത്തിലോട്ട് നിന്റെ വലത്തും ഒരുത്തരിടത്തും ഇരിപ്പാൻ അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞു. അതിനുത്തരമായി യേശു, നിങ്ങൾ യാതൊരു ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കൊടുക്കാൻ നിങ്ങൾ കഴിയുമോ എന്ന് ചോദിച്ചു. കഴിയുമെന്ന് അവൻ പറഞ്ഞു. അവൻ അവനോട്, എന്റെ പാനപാത്രം നിങ്ങൾ കുടിക്കുന്ന നിശ്ചയം. എങ്കിലും എന്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നത് എന്റേതല്ല. എന്റെ പിതാവ് ആർക്ക് ഒരുക്കിയിരിക്കുന്നോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു. ശേഷം 10 പേർ അത് കണ്ടിട്ട് ആ 2 സഹോദരന്മാരോട് നീരസപ്പെട്ടു. യേശു അവരെ അടുക്കൽ വിളിച്ചു, ജാതികൾ അതിനാൽ അവർക്ക് കർത്തൃത്വം ചെയ്യുന്നതെന്നും മഹത്വക്കൾ അവരുടെ മേലെ നിരാശ നടത്തുന്നതെന്നും നിങ്ങൾ അറിയുന്നു. നിങ്ങൾ അങ്ങനെയാകരുത്. നിങ്ങൾ മഹാനാകുന്നവൻ ആഹ്വാനിച്ചിരിക്കുന്നവരെല്ലാം നിങ്ങളുടെ ശുശ്രൂഷകനാകണം. നിങ്ങൾ ഒന്നാമൻ ആഹ്വാനിച്ചിരിക്കുന്നവരെല്ലാം നിങ്ങളുടെ ദാസനാകണം. മനുഷ്യപുത്രന്
ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനല്ല, നേർക്ക് വേണ്ടി തന്റെ ജീവനെ മറവിലേക്ക് കൊടുക്കാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. ഇങ്ങനെ സുവിശേഷ പാഠഭാഗം കഴിഞ്ഞു. ഞാൻ കീർത്തനങ്ങളിൽ 283 കീർത്തനം പാടാം. കീർത്തന 283. പ്രാർത്ഥിക്കാം. സ്നേഹവാനും മനസ്സിലുമായ ദൈവമേ, സൗമ്യപിതാവേ, ഈ ഒരു വിശുദ്ധ ദിവസം കൂടെ അവിടെ പ്രധാനമായി നൽകി ഒരു പുതിയ മാസത്തിന്റെ ആദ്യ 10 ദിവസം ദേവാലയത്തിലും ഭവനങ്ങളിലും ഇരുന്ന് അങ്ങേ ആരാധിക്കുമ്പോൾ അവിടുത്തെ ദൈവമായ സാന്നിധ്യങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദൗത്യത്തിനായി അവിടുത്തെ ഞങ്ങളെ വിളിച്ച് വേർതിരിക്കുമ്പോൾ ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കണമേ. ദൈവവചനത്തിൽ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നല്ല ആലോചനകളും ചിന്തകളും വിചാരങ്ങളും ഞങ്ങളുടെ മേൽ അവിടെ നയിക്കണമേ. അടിയന്റെ വായിലെ വാക്കുകൾ ഞങ്ങളുടെ ഹൃദയത്തിലെത്താൻ അവിടുത്തെ പ്രസാദകരമായിരിക്കുമാറാകണമേ. ആമേൻ. പെന്തക്കോസ്തിന് പിൻപ് 9ാം ഞായറാഴ്ചയിൽ ആഗസ്റ്റ് മാസം ആദ്യ ഞായറാഴ്ചയായി ഇന്ന് അൽമായ സേവനത്തിനായി വിളിക്കപ്പെട്ടവർ
എന്നതാണ് നമ്മുടെ ചിന്താ വിഷയം. അൽമായ ഞായറാഴ്ചയായി ആചരിക്കപ്പെടുന്ന ദിവസമാണല്ലോ ആഗസ്റ്റ് മാസം 1-ാം ഞായറാഴ്ച. CSA സഭയെ സംബന്ധിച്ചിടത്തോളം അൽമായ ശുശ്രൂഷ വളരെ പ്രാധാന്യം നൽകിയുള്ള ആരാധനാ രീതിയാണ് നമ്മൾ പിന്തുടർന്ന് പോരുന്നത്. അതുകൊണ്ട് ഒരു പ്രത്യേക ദിവസം അൽമായക്ക് വേണ്ടി മാറ്റിവെക്കുക എന്ന് പറയുന്നതിനുപരിയായി നമ്മുടെ ആരാധനയുടെ എല്ലാ ഭാഗങ്ങളിലും പുരോഹിതനോടൊപ്പം അൽമായയിൽ പങ്കെടുത്തുകൊണ്ടാണ് നമ്മുടെ ശുശ്രൂഷ നിർവഹിച്ച് പോകുന്നത്. എന്നിരുന്നാൽ തന്നെ നമ്മുടെ അൽമായ ശുശ്രൂഷകളെ മാനിക്കുവാൻ അവർക്ക് അതിനുള്ള അവസരങ്ങൾ ചെയ്യിച്ചു അതിനുള്ള പല ക്രമീകരണങ്ങളാണ് ഈ ദിവസങ്ങൾ നിർവഹിച്ചു പോരുന്നത്. എന്നാൽ ഈ വർഷം ചില സാങ്കേതിക കാരണങ്ങൾ നമുക്കറിയാം, രോഗഭീതിയിലായിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാനോ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ സാധിക്കാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് നാം നമ്മുടെ ഭവനങ്ങളിൽ ഈ ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ അൽമായ സംഘടനയെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അതിന് നേതൃത്വം നൽകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവരുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. പാഠഭാഗങ്ങളെല്ലാം അതിനോടനുബന്ധിച്ചുള്ള പാഠഭാഗങ്ങളാണ് നാം ഇന്ന് വായിച്ച് കേട്ടത്. സേവനത്തിനായി വിളിക്കപ്പെട്ടവർ, ഓരോ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം നമ്മെ വിളിച്ച് വേർതിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കും. നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ, ആയിരിക്കുന്ന മേഖലകളിൽ നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റപ്പെടുവാൻ നാം സജ്ജമായിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. ഈ ദൗത്യം എന്താണ്? വിഷയം പലപ്പോഴും നമ്മൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള വിഷയമാണ് ദൗത്യത്തെ കുറിച്ച്. അപ്പൊ ദൈവം നമുക്ക് ഒരു ദൗത്യം നൽകിയിരിക്കുന്നു. ആ ദൗത്യം അനുസരിച്ച് മുൻപോട്ട് പോകുവാനുള്ള ഉത്തരവാദിത്വം നൽകപ്പെട്ടിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. പാഠഭാഗങ്ങളിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ പ്രത്യേകിച്ചും 2-ാം പാഠഭാഗമായി വായിച്ച അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളും, സുവിശേഷ പാഠഭാഗമായി വായിച്ച മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 20 വരെയുള്ള വാക്യങ്ങളും വളരെ പ്രസക്തമായ ഭാഗങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തികളിൽ നാം നോക്കുമ്പോൾ അവിടെ കാണുന്ന പ്രത്യേകത എന്ന് പറയുന്നത് സഭയിലെ ശുശ്രൂഷയ്ക്കായി ദൈവം വിളിച്ച് ചേർത്തിരിക്കുന്ന സാഹചര്യങ്ങളെ അവിടെ നാം കാണുന്നു. ശിഷ്യന്മാരും എരുകി വന്നപ്പോൾ അവരുടെ വിധവമാരെ ദിനംപ്രതി ശുശ്രൂഷയിൽ ഉപേക്ഷ വിചാരിക്കുന്നതായിട്ട് കണ്ട് സഭ കൂടി 7 പേരെ ദൗത്യത്തിനായിട്ട് തെരഞ്ഞെടുക്കുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നു. അവിടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ബോധ്യമായി ഇവിടെ പറയുന്ന 4-ാം വൈവാക്ക് കൂട്ടത്തിലൊക്കെ ബോധ്യമായി വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷന്മാരെ തെരഞ്ഞെടുത്തതായിട്ട് അവിടെ നാം കാണുന്നു. അപ്പൊ അതിനു മുമ്പായിട്ട് സഭയിൽ ഒരു വലിയ ഉത്തരവാദിത്വം അവിടെ നാം കാണുന്നുണ്ട്. അവിടെ ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉദ്ധരിക്കും എന്ന് അവിടെ സൂചിപ്പിക്കുന്നു. നേതാക്കന്മാർ ആരായിരിക്കണം എന്ന് ഇവിടെ മുമ്പ് സൂചിപ്പിക്കുന്നുണ്ട്. ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളി. തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഭാഗങ്ങളെ ഇവിടെ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ നാളുകളിലേക്ക് നാം ആയിരിക്കുകയാണ്. പുതിയ ബിഷപ്പിനെ തെരഞ്ഞെടുക്കുവാനുള്ള സാഹചര്യത്തിലേക്ക്, ആ ഒരു അനുഭവത്തിലേക്ക് നാം ആയിരിക്കും. രോഗഭീതി നേരിടുന്ന സാഹചര്യങ്ങൾ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന ചിന്തകൾ സഭയുടെ തലത്തിലും അല്ലെങ്കിൽ ഭാരവാഹികളുടെ ഉണ്ടെങ്കിലും എല്ലാം ഭംഗിയായി ദൈവം നിർവഹിക്കുമെന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. സഭയായി നാം ചെയ്യേണ്ടുന്നത് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുന്നവർ നേതൃത്വത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സഭയായി നാം അതിനു വേണ്ടി പ്രാർത്ഥിക്കും. സഭയുടെ അധ്യക്ഷൻ ദൈവ ബോധത്തോടുകൂടി സഭയെ നയിക്കുവാനും നിയന്ത്രിക്കുവാനും ഉതകുന്ന വിധത്തിലായിത്തീരുവാൻ സഭയുടെ പ്രാർത്ഥനയെ ആവശ്യപ്പെടുകയാണ്. കഴിവിരുമാരെല്ലാം അതിന് മാതൃകയായാലും വരുന്നവരും അതിന് മാതൃകാപരമായി തീരുവാൻ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കേണ്ടതിന് സഭയായി നാം പ്രാർത്ഥിക്കണം. അതിന്റെ പിന്നിൽ പല കിംവദന്തികളും മോശമായ ലക്ഷണങ്ങളെല്ലാം ഇതിന്റെ പിന്നിൽ നാം കാണുന്നു. അതിനെല്ലാം നാം ഉപേക്ഷിക്കണം, അതിനെല്ലാം തള്ളണം. വാസ്തവമല്ലാത്ത പല കാര്യങ്ങളും പല സന്ദർഭങ്ങളിലും പലരും പരത്തുന്നുണ്ട്.
അതിനെ നാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ഒരു ലാഘവത്തോടു കൂടി തന്നെ അതിനെ നാം വിലക്ക് എടുക്കരുതെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നു. നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സഭയ്ക്ക് നേതൃത്വം നൽകുവാനായിട്ട് ഉത്തമനായ ഒരു വ്യക്തിയെ ആവശ്യമാണ്. അതിന് പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രാർത്ഥനയോടുകൂടി ഒരു തെരഞ്ഞെടുപ്പ് നടത്തപ്പെടുവാൻ, പ്രത്യേകിച്ച് ഭംഗിയായ കാര്യങ്ങളെല്ലാം നിർവഹിക്കപ്പെടുവാൻ ദൈവാത്മാവ് ഇടപെടണമേ എന്ന് സഭയായി പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കണം. അൽമായ പ്രവർത്തനങ്ങൾ, ശുശ്രൂഷ മേഖലകളെ എല്ലാം കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. പല തലങ്ങളിൽ നാം പ്രവർത്തിക്കുന്നു. രോഗികളെ സന്ദർശിക്കുകയും ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുകയും പല തലങ്ങളിൽ പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് പുരോഹിതനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാനായിട്ട് അൽമായത്തിനും സാധിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. പട്ടത്ത ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ നാം അതിന്റെ തലങ്ങളിലേക്ക് ഡീക്കന്മാരായി, പ്രസ്ബിറ്റർമാരായി, അതിനുശേഷം ബിഷപ്പായി, അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പുകളാണല്ലോ സഭയിൽ നാം കാണുന്നത്. അപ്പോൾ ആ ഓരോ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം നമ്മെ വിളിച്ച് വേർതിരിക്കുമ്പോൾ ആ ഒരു അനുഭവം മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കും. ഇവിടെ നാം തുടർന്നുള്ള ഭാഗം കാണുമ്പോൾ അവർ 7 പേരെ തെരഞ്ഞെടുത്തതിന് ശേഷം അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവരെ അയക്കുന്നതായിട്ട് നാം കാണുന്നു. കൈവെട്ടിന്റെ ശുശ്രൂഷ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതൊക്കെ കാണുമ്പോൾ പിന്നീട് നാം അവിടെ കാണുന്ന ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ശുശ്രൂഷയിലൂടെ ദൈവവചനം പകരുകയും യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം വരികയും ചെയ്തു എന്നാണ് നാം കാണുന്നത്. അപ്പൊ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസികളെ ഉറപ്പിക്കുവാനും സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും സാധിക്കും. അപ്പൊ സേവനത്തിനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ അവിടെ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവവചനം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്നതാണ്. എന്നാൽ ദൈവവചനത്തിന് പകരം മറ്റു പല കാര്യങ്ങളും പറയുന്നത് കൊണ്ടാണ് പലപ്പോഴും പ്രശ്നസങ്കീർണമായ സാഹചര്യങ്ങൾ ഉരുവാകുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നത്. എന്നാൽ ദൈവവചനത്തിലേക്ക് നാം ചിന്തിക്കുമ്പോൾ ദൈവവചനപ്രകാരം ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനും അതിനനുസരിച്ച് ജീവിതങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുവാനും സാധിക്കും. അതിന് ദൈവവചനമാണ് അടിസ്ഥാനമായിരിക്കുന്നത്. അതുകൊണ്ട് കാണുന്നത് പുരോഹിതന്മാർ വലിയൊരു കൂട്ടം വിശ്വാസത്തിലേക്ക് കടന്നു വന്നതായിട്ട് അവിടെ തുടർന്ന് കാണുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശമനങ്ങളും എല്ലാം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. സേവനത്തിനായിട്ട് വിളിക്കപ്പെടുമ്പോൾ അൽമായരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവവചനം പ്രഘോഷിക്കുക എന്നതാണ്. നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ മുൻപോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം. ഞാനിതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. എത്ര സുവിശേഷമുണ്ട് എന്ന് പറയാം. നമ്മള് 4 സുവിശേഷം എന്ന് പറയാം, അതല്ല 5 സുവിശേഷമാണ്. ഒരു സുവിശേഷം എന്ന് പറയുന്നത് നമ്മളാണ്. നമ്മുടെ മക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ സമൂഹം നമ്മളെ കുറിച്ച് മനസ്സിലാക്കുന്നതാണ് നമ്മുടെ സുവിശേഷം. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളും ജീവിത അനുഭവങ്ങളും മാതൃകാപരമായി മുൻപോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ശുശ്രൂഷയ്ക്കായിട്ട്, സേവനത്തിനായിട്ട് ദൈവം നമ്മെ വിളിച്ച് ആക്കുമ്പോൾ ദൈവവേലയ്ക്ക് വേണ്ടി സേവനം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ അതിന് വിഭിന്നമായ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു. അതിന് ഉദാത്തമായ ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 20 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ സേവനത്തിനായിട്ട് വിളിക്കപ്പെട്ടവർ കർത്താവ് തന്നെ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തതിന് ശേഷം അവരുമായുള്ള പ്രവർത്തനങ്ങളിൽ മുൻപോട്ട് പോകുന്നത് നാം ഇവിടെ കാണുന്നു. അപ്പോൾ ഇവിടെ സെവനിയുടെ അമ്മ വന്ന് മക്കൾക്ക് വേണ്ടി ഒരു റെക്കമെൻഡേഷൻ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നാം കാണുന്നത്. എന്ത് ചെയ്തു തരണമെന്ന് ചോദിക്കുമ്പോൾ പറയും, ഒരുവനെ വലത്തും ഒരുവനെ ഇടത്തും ആക്കണം. യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ പറയുന്നത് അമ്മയുടെ സഹോദരിയുടെ മക്കളായിരുന്നില്ലെന്ന് ചില പഠിതാക്കൾ സൂചിപ്പിക്കുന്നു. ഉന്നത സ്ഥാനങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുവാനുള്ള താല്പര്യങ്ങൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ നമ്മുടെ പലപ്പോഴും സേവനത്തിനായിട്ട് വിളിക്കപ്പെടുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ, ഈ ഒരു അനുഭവങ്ങളെ നാം വിലയിരുത്തേണ്ടുന്നത് വളരെ ആവശ്യമാണ്.
ഇവിടെ കർത്താവ് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇത് നൽകുന്നത് എന്റെ പിതാവാണ് നമുക്ക് ഈ ഒരു സാഹചര്യങ്ങൾ നൽകുന്നത്. അത് മാത്രമല്ല അവിടെ പറയുന്നത്, നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണമെങ്കിൽ, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ദാസനാകണം. ഇവിടെ പറയുന്നത് മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. നിങ്ങളിൽ മഹാനാകാൻ ഇച്ഛിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരനാണ്. ഇതാണ് സേവനത്തിന്റെ മാതൃകാപരമായ ജീവിതത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദാസരൂപപ്പെടുത്ത കർത്താവിന്റെ സാക്ഷിയായിരിക്കുവാനായിട്ടാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ആ ഒരു ബോധം, ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്നത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ദൈവരാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടാകുവാൻ ദൈവം നമ്മെ വിളിച്ച് വേർതിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ദർശനങ്ങളും ഈ ഒരു കാഴ്ചപ്പാടുകളും നമുക്കുണ്ടാകും. നിങ്ങളിൽ അങ്ങനെ ആകരുതെന്നാണ് കർത്താവ് പറഞ്ഞത്. എങ്ങനെയെന്ന് പറയുന്നത്, അവിടെ പറയുന്നു, നിങ്ങൾ ഒരുത്തൻ വലത്തും ഒരുത്തൻ അധികാരമല്ല അവിടെ ഉണ്ടാകേണ്ടുന്നത്. അവിടെ നിങ്ങൾ ഒന്നാമനാകാൻ ഇച്ഛിക്കുന്നവരെല്ലാം നിങ്ങളുടെ ദാസനാകും. അതിനുശേഷം കർത്താവിന്റെ മാതൃക പിൻപറ്റുവാനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. കർത്താവിന്റെ മാതൃക എന്ന് പറയുന്നത് ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കാനും അത്രേ വന്നത്. കർത്താവായ യേശുക്രിസ്തു കാൽവറി യാഗമായതുകൊണ്ട് നിത്യജീവൻ അവകാശികളായി തീരുവാൻ ദൈവം നമുക്ക് അവസരം നൽകി. ആ നിത്യജീവന് അവകാശികളായി നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും അതിന് മുഖാന്തരമായി തീർന്നുകൊണ്ട് സേവനത്തിനായി നമ്മളെ വിളിച്ചിരിക്കുന്നു എന്ന ബോധത്തോടുകൂടി നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഇടയാക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ സംഗതികൾ അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകൾ ചൊല്ലാം. സർവശക്തിയുള്ളവനായ എല്ലാവർക്കും ഇരിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് അല്പസമയം നമുക്ക് വേർതിരിക്കാം. ഈ ഒരാഴ്ചക്കാലം ദൈവം നമ്മെ പരിപാലിച്ചു. പ്രത്യേകിച്ച് ഈ ആഴ്ചയിൽ തന്നെ ആഘോഷിക്കുന്നവരെയും ബാഹഭാഷകൾ ആഘോഷിക്കുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വർഷക്കാലം അവരുടെ ജീവിതത്തിൽ ദൈവം നൽകിയ എല്ലാ നന്മകൾക്കായിട്ട് നമുക്ക് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ എപ്പോഴും ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ നാളുകളോട് നാളുകൾ പിരിയുന്നത് അവിടുത്തെ കൃപയുണ്ടെന്ന് മാത്രം മനസ്സിലാക്കി നന്ദിയുടെ ഹൃദയത്തോടെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങേ സ്തുതിപ്പാൻ, ഞങ്ങളുടെ ജീവിതത്തിലും ആയുസ്സിൽ നൽകുന്ന അവസരങ്ങൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം. ദേവീ ആഴ്ചയിൽ ജന്മദിനാഘോഷിച്ച എല്ലാവരെയും അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഒരു വർഷക്കാലം അവരുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ നന്മകൾക്കായിട്ട് സ്തോത്രം. പുതിയ വർഷം അനുഗ്രഹത്തിന്റെ വർഷമാക്കി തീർക്കണമേ. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അത് ഉപകാരങ്ങളൊന്നും മാറ്റണമെന്ന് പറഞ്ഞു. ദൈവം ചെയ്യുന്ന സർവ്വ ഉപകാരങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, ഞങ്ങളുടെ ജീവിതത്തിലും ആയുസ്സിലും നൽകുന്ന അവസരങ്ങൾക്കായിട്ട് സ്തോത്രം. അവരെ വഴി നടത്തണമേ, പരിപാലിക്കണമേ, ശക്തിയിരിക്കണമേ, നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കും. വാർഷികോർത്ത് പ്രാർത്ഥിക്കും. മനുഷ്യനേകനായി നന്നല്ല എന്ന് കണ്ട് അവന് തക്കത്തെ പ്രദാനം ചെയ്തു.
കുടുംബമായി ലോകത്തിൽ ജീവിക്കാനുള്ള പദവിയും അവകാശവും നൽകുമ്പോൾ ദൈവിക കാവലും സംരക്ഷയിൽ ആശ്രയിച്ചുകൊണ്ട് കുടുംബജീവിതങ്ങളെ കെട്ടിപ്പണിയുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. അടുത്ത ദൂരത്തുമായിരിക്കുന്ന എല്ലാവരുടെ മക്കളെ അവിടെ കാത്തു സൂക്ഷിക്കണമേ, പരിപാലിക്കുക, വഴിനടത്തിയിച്ചണമെന്ന് മശീഹായുടെ പ്രാർത്ഥന കേൾക്കണമേ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. കർത്താവേ ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. കർത്താവേ ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ കർത്താവേ, പ്രത്യേക അപേക്ഷ മനസ്സടിവും കാരണവാനുമായ ദൈവമേ, ഉത്തരദാസവേഷത്തിൽ മനുഷ്യനായി നൽകിയതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലുള്ള സേവനത്തിന്റെ ശുശ്രൂഷയുടെ മാർഗങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. അവ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവരാജ്യ വ്യാപ്തിക്കായും ദൈവനാമം കാഴ്ചയ്ക്കായും ഫലേച്ഛ കൂടാതെ പ്രവർത്തിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങനെ ശുശ്രൂഷ ചെയ്യിക്കുകയല്ല, ശുശ്രൂഷിക്കുകയും തന്റെ ജീവനെ മറുപടിയായി കൊടുക്കുകയും ചെയ്യാൻ ക്രിസ്തുവിന്റെ ആഗമന ഉദ്ദേശം എന്ന് ലോകം അറിയുവാൻ ഇടയാകണമെന്ന് നിന്നോട് പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സമാധാനത്തിന് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. സമാധാനത്തിന്റെ അർത്ഥവും ഐക്യബന്ധത്തിൽ ഇഷ്ടപ്പെടുന്നവരുമായ ദൈവമേ, നിന്നെ അറിയുന്നത് ഞങ്ങൾ നിത്യജീവനിരിക്കുന്നതിനെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തിൽ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു ബുദ്ധിയോടെ ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളൊക്കെ നിന്റെ താഴ്മയുള്ള ദാസരായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. ആമേൻ. കൃപയ്ക്കായി നമുക്ക് അപേക്ഷിക്കാം. സർവശക്തിമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥപിതാവായ കർത്താവേ, ഈ ദിവസത്തിന്റെ ആരംഭം നീ ഞങ്ങളെ സുഖത്തോടെ കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ മഹാശക്തിയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നേ ദിവസങ്ങൾ യാതൊരു പാപത്തിൽ വീഴാതെയും യാതൊരു ആപത്തിൽ അകപ്പെടാതെയും നിന്റെ ഉപായം ദിവ്യാഗ്നിലായി ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ സകലത്തിൽ നിന്റെ ഫലം നടത്തപ്പെടേണ്ടതിന് ഞങ്ങളുടെ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് അല്പസമയം നമുക്ക് വേർതിരിക്കാം. ഒരു വിശുദ്ധ ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകി. ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ സംരക്ഷണയും നമ്മോട് കൂടെയിരുന്ന് നമ്മെ പരിപാലിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ആഴ്ചക്കാലം ദൈവം നമ്മെ പരിപാലിച്ചു. ഭാരങ്ങളും വേദനകളും പ്രയാസങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ജീവിതത്തിൽ നേരിടുമ്പോഴും ദൈവത്തിന്റെ ധാരാളമായ കൃപ അനുഭവിച്ചുകൊണ്ട് ആയുസ്സിന്റെ നാളിൽ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ അവസരങ്ങൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യാം. രോഗവ്യാപനം വർദ്ധിച്ചു വരുന്ന നാളുകളിൽ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരും പരിപാലിക്കണമേ. ഈ രോഗാവസ്ഥ മാറ്റി ദേശത്തിന് വിടുതൽ നൽകണമേ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ജനം കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ ഈ നാളുകളിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും ജനത്തെയും ദൈവമെടുത്ത് ഉപയോഗിക്കണമേ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. രോഗഭീതിയിലായിരിക്കും നമ്മുടെ ദേശങ്ങളെ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തിനായി, നമ്മുടെ രാജ്യത്തിനായി, ലോകരാജ്യങ്ങൾക്കായി പ്രാർത്ഥിക്കാം. രോഗഭീതി നേരിടുമ്പോൾ ദൈവത്തെ വിടുതലയച്ച് സൗഖ്യപ്പെടുത്തണമെന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. സൗഖ്യപ്പെടുത്താൻ ഇത് കർത്താവിന്റെ കരം കൊണ്ടല്ലോ, അത് സൗഖ്യമുള്ള കരം ജനങ്ങളുടെ മേലെ അയച്ച് പരിപൂർണ്ണ സൗഖ്യം ദൈവം പ്രദാനം ചെയ്യണമെന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഭയിലെ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ദിവസത്തിൽ ഓർക്കാം. നമ്മൾ ഇന്ന് വിദൂരതയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരായിരിക്കുന്ന നടങ്ങളിൽ ദൈവത്തെ സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജോലിയുടേതായ കാര്യത്താൽ ഭാരപ്പെടുന്നവരുണ്ടല്ലോ, പലവിധമായ പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്നവർ, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവർ, പറയാൻ വയ്യാത്ത വേദനകളാൽ ഭാരപ്പെടുന്നവരെല്ലാം ഉണ്ടല്ലോ. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടതും കടപ്പെട്ടതുമായ എല്ലാ വിഷയങ്ങളും നമുക്ക് ദിവസത്തിൽ ഓർക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഇടയിൽ സുഖമില്ലാതെ കഴിയുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത്
പ്രാർത്ഥിക്കാം. ഞാൻ നമ്മുടെ പ്രിയ പിതാവിനെ നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം. വാർദ്ധക്യ സഹജമായ രോഗത്താൽ ഭാരപ്പെടുന്നുവല്ലോ. ദൈവ ഉദ്ദേശമെന്ന് നമ്മൾ അറിയുന്നില്ലെങ്കിലും ദൈവം തക്ക സമയത്ത് ദൈവത്തിന് നിറവേറ്റപ്പെടുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആശുപത്രിയിലായിരിക്കുന്നവർക്ക് സൗഖ്യപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാം. അതുപോലെ നമ്മുടെ രോഗികളെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം കൂടുതൽ നൽകുകയും ദൈവത്തെ സൗഖ്യപ്പെടുത്തുകയും പരിപൂർണ്ണ ആരോഗ്യത്തോട് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം. നമ്മുടെ ഹൃദയത്തിലെ ഞെരുക്കങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ അവസ്ഥകളെല്ലാം ദൈവം അറിയുന്നതല്ലോ. ദൈവം അതിന് മാറ്റം വരുത്തി നമ്മെ നിയന്ത്രിക്കണമേ, പരിപാലിക്കണമേ, വഴിനടത്തണമേ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ദൈവത്തോട് സമർപ്പിക്കാം. വ്യക്തിപരമായ ആവശ്യങ്ങളുണ്ടല്ലോ, പലവിധമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, പ്രശ്നങ്ങളായിരിക്കുന്നവരുണ്ട്. അവരെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടതും പ്രാർത്ഥിക്കാൻ കടപ്പെട്ടതുമായ എല്ലാ വിഷയങ്ങളും നമുക്ക് ദിവസത്തിൽ ഓർക്കാം. നമ്മുടെ സംഘടനകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. സൺഡേ സ്കൂളിന് വേണ്ടി സ്തോത്രം ചെയ്യാം. കുഞ്ഞുങ്ങൾ ദൈവാശ്രയത്തിലും ദൈവഭയത്തിലും വളർന്നു വരുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. യൗവനക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. യൗവനത്തിലെ സൃഷ്ടാവിനെ ജീവിപ്പാൻ തന്റെ മക്കളെ ദൈവത്തിൽ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കാം. സ്ത്രീജന സംഘത്തിനായി, അന്മായ സംഘടനയ്ക്കായി, ഗായ സംഘത്തിനായി പ്രാർത്ഥിക്കാം. പ്രവർത്തനങ്ങളിലെല്ലാം ദൈവത്തോടുകൂടിയിരിക്കണമേ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. പ്രത്യേകിച്ച് ഈ നാളുകളിൽ കൂടി വരുവാനും കൂട്ടായ്മ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ ഭവനങ്ങളിൽ നിന്ന് നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഭവനാന്തരീക്ഷം ദൈവസാന്നിധ്യത്തിന് മുഖാന്തരമായി തീരണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുറവുകളെ, നമ്മുടെ കുറ്റങ്ങളെ നമുക്ക് ദിവസം തിരിച്ചു പറയാം. വാക്കുകൊണ്ടോ ചിന്തകളുണ്ടോ പ്രവൃത്തിയുണ്ടോ ദൈവത്തിന് വിരോധമായി ചെയ്തു പോയ സകല കുറവുകളെയും കുറ്റങ്ങളെ നമുക്ക് ദിവസത്തിൽ ഏറ്റു പറയാം. രണ്ടാമത് നാം ദിവസത്തിൽ വരുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും നമ്മുടെ യാതനകൾക്ക് മറുപടി നൽകുകയും ചെയ്യും. ദൗത്യത്തിനായി ദൈവം നമ്മെ വിളിച്ചു വേർതിരിക്കുമ്പോൾ നമ്മെ ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടുകൂടി നിർവഹിക്കപ്പെടുവാൻ ദൈവമേ അവരുടെ യാത്രമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഒരു ബിഷപ്പിന് വേണ്ടി നാം തയ്യാറാക്കുമ്പോൾ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുന്നവർ നേതൃത്വത്തിലേക്ക് കടന്നു വരുവാൻ ദൈവമേ അവരുടെ യാത്രമേ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തിലാകെ സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവസന്നിധിയിൽ ലഭിച്ച സകലങ്ങൾക്ക് കണ്ണുകൾക്കുമായിട്ട് നമുക്ക് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യാം. പൊതുവുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ഉപയോഗിക്കാം. സർവശക്തിയുള്ള ദൈവമേ, സകലത്തിന്റെ പിതാവേ, അങ്ങയോടും സർവമനുഷ്യരോടും നിനക്കുള്ള സർവ്വനന്മയ്ക്കായി ഞങ്ങൾക്ക് മഹാബലിപൂർവ്വമായ സ്തോത്രം ചെയ്യും. ഞങ്ങളെ സത്യത്തിൽ പാലിക്കുന്ന ഈ ആയുസിന്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി എല്ലാവരും ലോകത്തെ സ്നേഹത്തിന് വേണ്ടി, കൃപാവഴികൾക്ക് വേണ്ടി, മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളുമായ നിങ്ങളായിത്തീരേണ്ടത് ഇതിനെ സേവിക്കങ്ങളെ കുറിച്ച് ഞങ്ങൾ നോക്കുകയും വിശുദ്ധിയോടും നീതിയോടും പാടുകയാണ്. നിങ്ങളുടെ അതിനെ കൊണ്ട് മാത്രമല്ല ഞാൻ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയിൽ സമർപ്പിക്കേണ്ടത് നിന്റെ സകലമായ ഞങ്ങളോട് അപേക്ഷിക്കുന്നു. അവരുടെ സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്ത് മനസ്സോടെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ കൊടുക്കേണ്ട അപേക്ഷയെ പ്രകാരം നൽകുന്ന വാക്തത്വം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അപേക്ഷകൾ കേട്ടുപോകണം നമുക്ക് വ്യക്തി ഇഹലോക സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിൽ തീരുമാനമേ. ആമേൻ. ഈ ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് നാം നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ
ദൈവസാന്നിധ്യം അറിയുവാൻ എല്ലാവരും ആ ഒരു ഒരുക്കത്തോടുകൂടി ആരാധനയിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകിച്ച് ഓർമ്മിക്കുന്നു. സഭയുടെ സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾ നൽകുന്ന എല്ലാ കൈത്താങ്ങുകൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തു. തുടർന്ന് നിങ്ങളുടെ കൈത്താങ്ങുകൾ ഉണ്ടാകണമെന്ന് പ്രത്യേകിച്ച് ഓർമ്മിക്കട്ടെ. രോഗികളെ സഹായിക്കേണ്ടതായിട്ടുണ്ട്. ഇതിലുപരിയായി നമ്മുടെ സഭയായിരിക്കുന്ന മൈലപ്ര ദേവാലയത്തിന് ചില കേടുപാടുകൾ സംഭവിച്ചായിട്ട് നിങ്ങൾ എല്ലാവരും അറിഞ്ഞല്ലോ. ഡെങ്കു വീണ് അതിന് വീടിനൊരൽപ്പം പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ വീണ്ടും പണിയേണ്ടതായിട്ട് വരുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ സഹകരിക്കുവാൻ എല്ലാവരും സഹായിക്കണമെന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചുകൊള്ളട്ടെ. രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് അരഞ്ഞാണ്ടിലെ പ്രേമിതാവ് വാർദ്ധക്യ സഹജമായ രോഗത്താൽ പാലപ്പെടുന്നു. ഒരു 10 ദിവസം സുഖമില്ലാതെ ആശുപത്രിയിലായിരിക്കുന്നു. ഇവരെല്ലാം ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണമേ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചുകൊള്ളട്ടെ. ഒരിക്കൽ കൂടി എല്ലാവരോടുള്ള നന്ദി അറിയിച്ചുകൊള്ളട്ടെ. ക്രിസ്തീയ ഗീതങ്ങളിൽ 419 ഗീതം പാടി നമ്മുടെ സ്തോത്ര വഴിപാടുകൾ സമർപ്പിക്കാൻ. ഗീതം 419. സമർപ്പിച്ച വഴിപാടിനെ നമുക്ക് നമ്മെ തന്നെ ദിവസത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വന്തം പുത്രനെ ആദരിക്കാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സേവിക്കുകയും അവരോടുകൂടെ സർവ്വജനങ്ങൾക്ക് സൗജന്യമായി നൽകുകയും ചെയ്തിരിക്കുന്ന സ്വർഗ്ഗസ്ഥപിതാവേ, ഞങ്ങളുടെ മുമ്പായോട് സമർപ്പിക്കുന്ന ഈ വഴിപാടുകളെ കൈക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ ദേഹപ്പെടുത്തിയിട്ടുണ്ടാകും നിന്നെ സത്യമായി സ്വാതന്ത്ര്യമായി സേവിക്കുകയും നിന്റെ സേവയെ ഞങ്ങളുടെ സന്തോഷമാണെന്നും കണ്ടെത്തുകയും ചെയ്യേണ്ടതിന് ഈ ദാനങ്ങളോടുകൂടെ ഞങ്ങളെ തന്നെ ചെല്ലുവാൻ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു
ചെയ്യണമേ. ദൈവത്തിന്റെ കരുണയിലും കാവലും ഞങ്ങൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. പിതാവും സർവ്വപരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. ഒരിക്കൽ കൂടി ഈ ആരാധനയെ സംബന്ധിച്ച് എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. ഗവൺമെന്റിന്റെ നിർദ്ദേശം അനുസരിച്ച് കഴിവതും ഭവനങ്ങളിൽ തന്നെ ഇരിക്കുവാൻ എല്ലാവരും ശ്രമിക്കണമേ എന്ന് ഓർമ്മിച്ചോളട്ടെ. പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ജീവിതത്തെ തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകാൻ ദൈവമേ അതിനെ സഹായിക്കട്ടെ. ആമേൻ.